എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ താലിമാറ്റൽ ചടങ്ങിലെ പ്രശ്നങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതിയെ മോഷണത്തിൽ കുറ്റക്കാരിയാക്കി മധുസൂദനൻ അവഹേളിച്ച് അപമാനിച്ച് സംസാരിച്ചപ്പോൾ സച്ചി പ്രതികരിച്ചല്ലോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ ഭയങ്കര സീനായിട്ട് വർഷയുടെ വീട്ടിലോട്ട് പോയിരിക്കുവാണ്. ശ്രീകാന്തും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് കണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രമതിയും രവീന്ദ്രനും ശ്രുതിയാണ് ആദ്യം ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് എത്തുന്നത്. സച്ചിയും രേവതിയും വേറെ കാറിലാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ കയറി ഉടനെ ചന്ദ്രമതി തുടങ്ങുന്നുണ്ട് ഒച്ചെടുക്കാൻ വേണ്ടി രവീന്ദ്രനോട്. നിങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇനി ഞാൻ എന്ത് ചെയ്യും? നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ ഇനി എങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും? നാണവും മാനവും എല്ലാം പോയി, കുടുംബത്തിൻ്റെ വില പോയി, എല്ലാം പോയി. ഒരു ഫംഗ്ഷന് വെച്ച് ആ സച്ചി എന്താ കാണിച്ചത്? ഇതാണ് ഞാൻ അവനെ ആ പരിപാടിക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ വാക്ക് ആരെങ്കിലും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര ഒച്ചപ്പാടാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അവർ മധുസൂദനൻ എന്തൊക്കെയാണ് നമ്മുടെ രേവതിയെ പറ്റി പറഞ്ഞത്? നമ്മുടെ രേവതി അങ്ങനത്തെ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര തിരിച്ച് നല്ലോണം പ്രതികരിക്കുന്നുണ്ട്. അവൾ ചിലപ്പോൾ കട്ടിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ മധുസൂദനൻ കണ്ടത്. അവൾ കട്ട സ്വഭാവം തന്നെ ഇരിക്കും, കട്ട വീട്ടിൽ നിന്ന് വന്നവളല്ലേ, അപ്പോൾ ആ സ്വഭാവം അവൾക്കും കാണും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്ക് രവീന്ദ്രൻ ചന്ദ്രമതിയെ തല്ലാൻ പോകുന്നുണ്ട്. രേവതിയെ പറ്റി നീ അങ്ങനത്തെ ഒരു വാക്ക് മിണ്ടിപ്പോകരുത്, കാരണം അവളുടെ സ്വർണ്ണങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഊരി വെച്ചതല്ലേ. സ്വർണ്ണത്തോടുള്ള ആർത്തിയുള്ള പെണ്ണാണെങ്കിൽ അവൾ ആ സ്വർണ്ണങ്ങൾ നിനക്ക് തരുമായിരുന്നു. ഇതേവരെ അവൾ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുവന്ന മരുമോളല്ലേ, അപ്പോൾ നിങ്ങൾ വിട്ടു കൊടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഇവർ തല്ലുപിടിക്കുന്ന ടൈമിൽ സച്ചി രേവതിയൊന്നുമില്ല, സച്ചി രേവതിയും പുറത്താണ്. അപ്പോൾ ആദ്യം വീട്ടിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവരും സച്ചിയാണ് കുറ്റപ്പെടുത്തുന്നത്. ശ്രുതി ആയാലും സച്ചിക്ക് കുറച്ചും കൂടെ ഒന്ന് അടങ്ങിയിരിക്കായിരുന്നു എന്നും സമാധാനത്തോടെ ഇരിക്കായിരുന്നു എന്നും വാക്കുകളിലൂടെ മാത്രം പ്രതികരിച്ചാൽ മതിയായിരുന്നു ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ രവീന്ദ്രൻ സച്ചിയെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴും ശ്രുതി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും നമ്മുടെ വർഷയുടെ അച്ഛനല്ലേ, വർഷക്ക് സങ്കടം ഉണ്ടാവില്ല. സ്വന്തം അച്ഛനെ മുമ്പിലിട്ട് ആരെങ്കിലും ഇടിക്കുന്നത് കാണുമ്പോൾ വർഷക്ക് എന്തോരം സങ്കടമായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ രവീന്ദ്രനൊന്നും മിണ്ടുന്നില്ല. രവീന്ദ്രൻ അപ്പോൾ ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നു. ശ്രീകാന്തിനെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം, അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ പോകുവാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് രവീന്ദ്രൻ ശ്രീകാന്തിനെ വിളിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്നും വർഷം അത്രക്ക് ദേഷ്യത്തിലാണെന്നും പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുവാണ്. സച്ചി രേവതിയാണെങ്കിൽ അതേ ടൈമിൽ സച്ചി ഒരു ഹോട്ടലിൽ കയറി ഫ്രൈഡ് റൈസൊക്കെ തിന്നിട്ടാണ് വരുന്നത്. കാരണം രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല, വീട്ടിൽ പോയാൽ ചീത്ത കേൾക്കാനുള്ള ആരോഗ്യം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ വീട്ടിലോട്ട് പോകുന്നത്. രേവതി ഫുഡ് കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും സച്ചി നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ നേരെ പോയി ബാറിൽ പോയിരുന്ന് കുടിക്കുമെന്നും വീട്ടിൽ പിന്നെ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ രേവതി ചീത്ത പറഞ്ഞിട്ടൊക്കെ രേവതിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനിയൊന്നും കഴിക്കാനൊന്നും പറ്റില്ലെന്നില്ല, ചന്ദ്രൻ നല്ല ഒച്ചെടുക്കും എന്നൊക്കെ സച്ചിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് അവർ വയറ് നിറച്ചിട്ടൊക്കെയാണ് വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിൽ കയറുമ്പോൾ തന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലോട്ട് വരുവാണേ. ചന്ദ്ര അപ്പോൾ വാതിക്കൽ തന്നെ ഇരിക്കുവാണ്. സച്ചിയും രേവതിയും കാണുമ്പോൾ തന്നെ ചന്ദ്ര ഒച്ചെടുക്കും, നിക്കട അവിടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ നോക്കുവേ, നമ്മളെ തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ ചന്ദ്ര പറയും, നീ ഇനി മുമ്പിലോട്ടൊരു കാലെടുത്ത് വെച്ച് പോകരുത്, ഇതെൻ്റെ വീടാണ്, നിങ്ങൾ രണ്ടുപേരും ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് ചന്ദ്ര അവരെ ചീത്ത പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ അവൾ പറയുന്നതൊന്നും കേൾക്കണ്ട, നീ രേവതിയെ വിളിച്ച് അകത്തോട്ട് പോകാൻ പറയുമ്പോൾ ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതെൻ്റെ വീടാണ്, ഇവൻ കാരണമാണ് എൻ്റെ മോൻ ശ്രീകാന്ത് ഈ വീട്ടിലോട്ട് വരാത്തത്. അപ്പോൾ ശ്രീകാന്ത് ഇല്ലാത്ത വീട്ടിൽ ഇവരങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കണ്ട, ഇവിടെ വന്ന് ഉല്ലസിക്കണ്ട, ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്നും പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ ഒച്ചെടുക്കുന്നത്, എന്തിനാ ഈ ഒച്ചെടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര രേവതിയെ ചീത്ത പറയുന്നുണ്ട്. രേവതി, ഒന്നും അറിയാത്ത പോലെ നീ പെരുമാറല്ലേ, പാവത്തിനെ പോലെ അഭിനയിക്കാൻ. നിന്റെ ആ അഭിനയം എൻ്റെ മുമ്പിൽ നടക്കൂല, കാരണം എനിക്ക് നിന്റെ സ്വഭാവം നല്ലോണം അറിയാം. നീയാണ് ഇവനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇളക്കി വിടുന്നത്, നീ കാരണമാണ് ഇവൻ അയാളെ കയറി തല്ലിയതെന്നൊക്കെ പറയുവാണ് ചന്ദ്ര. അപ്പോൾ രേവതി തിരിച്ചും പറയുന്നുണ്ട്, അമ്മ എന്തായി പറഞ്ഞത്? ഞാൻ എന്തിനാ സച്ചിയേടനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇളക്കി വിടുന്നത്? അവിടെ നടന്നത് അമ്മയും കണ്ടതല്ലേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് നിന്റെ മനസ്സിലേക്ക് പറയാം, നിനക്ക് ഈ വർഷം ഈ വീട്ടിലോട്ട് വന്നത് തൊട്ട് നിനക്ക് ഇഷ്ടമല്ല. അവൾ പണക്കാരുടെ വീട്ടിലെ പെണ്ണല്ലേ, നിനക്ക് അവൾ വന്നത് മുതൽ അവളെ ഇവിടെ നിർത്തുന്നത് തന്നെ ഇഷ്ടമല്ല, നീ അവളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അമ്മ പറയുന്നത്? വർഷയെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നത് തന്നെ ഞാനാണ്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വർഷം ഈ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട്
വരുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ലേ. ചന്ദ്ര പറയുവാണ്, നിനക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി ചീത്ത പറയുന്നുണ്ട്. പിന്നെ ഇത് വലിയ കൊട്ടാരമാണല്ലോ അവൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടി, ഒന്ന് പോയേ, ഞാൻ രേവതി വാ നമുക്ക് അകത്തോട്ട് പോകാം എന്ന് പറയും. രേവതിയെ വിളിച്ച് അകത്തോട്ട് പോകാൻ പോകുമ്പോൾ ചന്ദ്ര ചീത്ത പറയും, ഞാൻ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നീ എന്താണ് അവളെയും വിളിച്ച് അകത്തോട്ട് പോകുന്നത്? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ അവരകത്തോട്ട് പോട്ടെ, നീ എന്തിനാ ഇങ്ങനെ വാതിക്കലിൽ വെച്ച് അവരിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എത്ര വലിയ മനുഷ്യനെ ഇവൻ കയറി അടിച്ചത് ഈ വീട്ടിൽ, അതും വർഷയുടെ അച്ഛനെ. അദ്ദേഹം എന്ത് നല്ല മനുഷ്യന്, എത്ര വലിയ മനുഷ്യനാന്നൊക്കെ പറയും. പ്രായത്തിന് പോലും ബഹുമാനം കൊടുക്കാതെ ഇവൻ കയറി തല്ലിലെന്ന് പറയുമ്പോൾ സച്ചി പറയും, പ്രായത്തിൻ്റെ പക്വത അയാൾ കാണിച്ചു. ഇത്രയും ചെറിയ പയ്യൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് നാണമില്ലേ? അയാൾ എങ്ങനെയാണ് അവിടെ ചടങ്ങിൽ നടന്നതെന്ന് അമ്മയും കൂടി കണ്ടതല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വർഷയുടെ കൂടെ ശ്രുതിയുടെ ചടങ്ങും കൂടി നടത്താന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ച വലിയ മനുഷ്യനാന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് പിന്നെയും ദേഷ്യം വരും. എന്ത് വലിയ മനുഷ്യൻ? അയാളോ? പണത്തോടുള്ള ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുന്ന മനുഷ്യനാ അത്. വലിയ മനുഷ്യനൊന്നുമല്ല. വലിയ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ അച്ഛനാ, അച്ഛൻ്റെ സ്വഭാവമുള്ളവനാ. എല്ലാവരെയും ഒരേപോലെ കാണുന്ന നല്ല മനസ്സുള്ളവരാണ് വലിയ മനുഷ്യൻ, അല്ലാതെ അയാളൊന്നും വലിയ മനുഷ്യനല്ല എന്ന് സച്ചി പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എടാ നിനക്ക് വർഷയുടെ അച്ഛനെ തുടക്കം തൊട്ടേ ഇഷ്ടമല്ല, ഒരവസരം കിട്ടിയപ്പോൾ നീ അടിച്ചതല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി ചീത്ത പറയുന്നുണ്ട്, എടാ പഠിച്ച ക്രിമിനലെ, നീ അവിടെ മിണ്ടാണ്ടിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു ദേഷ്യം മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അതുപോലെ ഓർത്തിട്ട് പോലും ഇല്ല എന്ന് സച്ചി ചീത്ത പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ സച്ചി അകത്തോട്ട് വിളിച്ചുകൊണ്ടും പോവേ, വാ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടി പോകുവാണ്. എന്നിട്ട് രവി സച്ചിയോട് പറയുന്നുണ്ട്, എടാ അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നീ തല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ തുടക്കം മുതലേ ഒന്നും മൈൻഡ് ചെയ്യാതെ എല്ലാം വിട്ട് കളയുമായിരുന്നു, ക്ഷമയോടെയാണ് ഞാനിരുന്നത്. രേവതിയോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കാൻ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആ അച്ഛാ സച്ചിയേട്ടൻ എന്തോരം നേരം മിണ്ടാണ്ടിരുന്നു, രേവതിയെ പറ്റി എന്തോരം മോശം അയാൾ പറഞ്ഞു, എന്നിട്ട് ഞാനൊന്നും പ്രതികരിച്ചൊന്നുമില്ലല്ലോ, പിന്നെ ലാസ്റ്റിൻ്റെ ക്ഷമ നശിച്ചു, അത്ര മോശമായിട്ട് കള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ തല്ലിയത്, കണ്ടവരൊക്കെ എൻ്റെ ഭാര്യയെ കള്ളി എന്ന് വിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെ ആവട്ടെ, കള്ളിന്ന് വിളിച്ചുടനെ നിന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റാനാ, അയാൾ വേണമെങ്കിൽ വിളിച്ചോട്ട് പോട്ടെ, അതിന് നീ എന്തിനാടെ തല്ലിയ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ. സച്ചി പറയും, ആഹാ അത് കൊള്ളാലോ, പൈസ എടുത്ത് ഓടിപ്പോയവന് ഈ വീട്ടിലുണ്ട്, ബ്യൂട്ടി പാർലറിൻ്റെ പേരും പല കള്ളത്തരം ചെയ്യുന്നവരും ഈ വീട്ടിലുണ്ട്, അവരെ ഒന്നും കള്ളിയൊന്നും വിളിക്കൂല, എൻ്റെ ഭാര്യയെ കള്ളിയെന്ന് വിളിക്കുമ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കണോ അല്ലേ, അത് നല്ല കഥയാണല്ലോ, എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നതെന്ന് സച്ചി ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നിങ്ങൾ അകത്തോട്ട് പോകുന്നു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിയാൻ വരട്ടെ, ഇവരുള്ള വീട്ടിൽ ഞാൻ ഇനി നിൽക്കില്ല, ഒന്നെങ്കിൽ ഇവർ അല്ലെങ്കിൽ ഞാൻ, ഇവരെ എനിക്ക് ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് പോയാലേ സമാധാനം കിട്ടുന്നുള്ളൂ, അങ്ങനെ ഇപ്പോൾ ഇവർ സന്തോഷത്തോടെ ജീവിക്കേണ്ട, എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു, ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ ഇരിക്കുവാണ്. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുവേ. അപ്പോൾ പറയും, ഇതാണോ തീരുമാനം, ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുമ്പോൾ, ആ ഉറപ്പിച്ചു, എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ സച്ചി പറയും, ആ ശരി എന്നാൽ അമ്മ പൊക്കോ, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ നിന്നോളാം എന്ന് സച്ചി പറയുവാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുവേ. അമ്മയോട് പോകാൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ശ്രുതിയൊക്കെ ഞെട്ടു, ഈ സച്ചി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്ത്. അപ്പം രവീന്ദ്ര പറയാം, സച്ചി തമാശ വീട്, അവൾ അങ്ങനെ പലതും പറയും, നിങ്ങൾ അകത്തോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞാൻ ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ അവരോട് അകത്തോട്ട് വിടുന്നോ? അപ്പോൾ രവീന്ദ്ര പറയും, നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, ഇവരുള്ള വീട്ടിൽ വർഷയും ശ്രീകാന്തും വരത്തില്ല, ഇവരിപ്പോൾ ഇവിടെ ഒന്ന് പോകണം, ഇവരങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ ഇവിടെ കഴിയാൻ നിൽക്കണ്ട, ഇവരുള്ള വീട്ടിലൊരു സമാധാനം പോലും ഉണ്ടാവില്ല, ഇവർ കാരണം വീട്ടിലെ എല്ലാവരും തല്ലിപ്പിരിയും, ഇറങ്ങിപ്പോന്ന് പറയുവാണ് സച്ചിയോടും രേവതിയോടും. അപ്പോൾ സച്ചി കുറച്ചു നേരം ഒന്ന് ഇമോഷണൽ ആവുക. എന്നിട്ട് സച്ചി പറയും, ആ ശരി, അപ്പോൾ ഇതാണ് അമ്മയുടെ തീരുമാനം, എന്നാൽ ശരി വാ രേവതി നമുക്ക് പോകാം, നീ ബാഗൊക്കെ എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് സന്തോഷമാവേ. അപ്പോൾ രേവതി പറയും, എന്താ സച്ചിയേട്ടാ ഈ പറയുന്നത്, ഞങ്ങളെ ഈ വീട്ടിൽ നിൽക്കാൻ അമ്മ സമ്മതിക്കൂല, നമുക്ക് പോകാം, നമുക്ക് ചെറുതാണെങ്കിലും ഒരു വീട് മേടിച്ച് അവിടെ സമാധാനത്തോടെ കഴിയാം, നീ പോയി ബാഗൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയും. അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ സച്ചി പറയും, അച്ഛനും എടുത്തോണ്ട് വാ ബാഗ്, അച്ഛനും നമ്മുടെ കൂടെ തന്നെ വാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രൻ എട്ടുവേ, ഇവൻ എന്താ ഈ പറയുന്നത്, രവിയേട്ടൻ എങ്ങോട്ട് പോകാനാ? അപ്പോൾ സച്ചി പറയും, അച്ഛനുള്ളിടത്ത് ഞാൻ നിൽക്കുള്ളൂ, അച്ഛൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കിട്ടൊന്നും ഞാൻ പോവത്തില്ല, അച്ഛനും വാ എന്ന് പറയുമ്പോഴേക്കും ചെറുതാണെങ്കിലും ഞങ്ങൾ നല്ലോണം നോക്കാം, ഇത്രയും നാൾ അച്ഛൻ ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടായില്ലല്ലോ, ഇനി നമുക്ക് സന്തോഷത്തോടെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കാം എന്നൊക്കെ പറയുവാണ് രവിയേട്ടനോട് സച്ചി. അപ്പോൾ രവിയാണെങ്കിൽ അതിനൊക്കെ സമ്മതം മൂളും. രവി പറയും, ആ ശരി നിങ്ങളുടെ കൂടെ ഞാനും വരാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ പോവാനോ? അപ്പോൾ രവി പറയും, നീ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് ഈ സച്ചി എൻ്റെ മോനാണെന്ന്, നീ അവനെ മോനായിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അവൻ വിളിച്ചാൽ ഞാനും പോകുവാന്ന് പറഞ്ഞ് രവിയും പോകാൻ റെഡിയാവുകയാണ്. ചന്ദ്ര അങ്ങനെ
ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഇനി എന്താകുമെന്നൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാം. ഏതായാലും സച്ചിയും രേവതിയും ആ വീട്ടിൽ നിർത്തില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ചന്ദ്ര. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.